കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വന്നുയർന്ന എല്ലാ സഹോദരീ സഹോദരന്മാർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. നമുക്കൊരുമിച്ച് ഈ രാത്രിയിലും ദൈവവചനം ധ്യാനിപ്പാൻ, ദൈവപാദപീഠത്തിലായിരിക്കാൻ കർത്താവ് സഹായിക്കുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വന്നുയർന്ന നിങ്ങൾക്കെല്ലാവർക്കും വന്ദനം. തുടർച്ചയായിട്ട് കർത്താവിൻ്റെ വചനം ധ്യാനിപ്പാൻ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹീതമാകുന്ന സന്ദർഭത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. പത്രോസിൻ്റെ ഒന്നാമത്തെ ലേഖനം, അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ അവസാന വേദഭാഗങ്ങളാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. ആ തിരുവചന ഭാഗങ്ങൾ ഏത് പശ്ചാത്തലത്തിൽ എഴുതിയിരിക്കുന്നു എന്നുള്ളത് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചു. ചില ഒരുപക്ഷെ വ്യാഖ്യാനിപ്പാൻ പ്രയാസമുള്ള വേദഭാഗങ്ങളും ആ മുഴുവൻ പശ്ചാത്തലത്തിൽ ചിന്തിക്കുമ്പോൾ ലളിതമാകുന്ന അതിൻ്റെ അർത്ഥം എന്തെന്നുള്ളത് ഗ്രഹിപ്പാൻ നമുക്ക് കഴിയും എന്നുള്ളത് കഴിഞ്ഞ ആഴ്ചകളിൽ നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞു. അതുപോലെ തന്നെ ചില കാര്യങ്ങൾ പറഞ്ഞു വന്ന ശേഷം, നോഹയെക്കുറിച്ച് പറഞ്ഞ ശേഷം നോഹയുടെ കാലത്തുണ്ടായ പ്രളയത്തെക്കുറിച്ച് അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞു. അതിൻ്റെയൊക്കെ പശ്ചാത്തലം നമ്മൾ ചിന്തിച്ചു. കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞതൊന്നും ആവർത്തിപ്പാൻ നമുക്ക് സമയമില്ല. അതുകൊണ്ട് അതൊന്നും ആവർത്തിക്കാതെ ഞാൻ മുൻപോട്ട് പോകുവാനായിട്ട് ആഗ്രഹിക്കുന്നു. വിശേഷിച്ച് വിശ്വാസ സ്നാനം എന്ന വിഷയത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ നമുക്ക് ചിന്തിപ്പാനായിട്ട് ഇടയായിത്തീർന്നു. അതിനുള്ള ബന്ധത്തിൽ പ്രധാനമാകുന്ന ഒരു ചിന്ത അവിടെ ഒരുപക്ഷെ ആ വേദഭാഗവും മറ്റ് പല വേദഭാഗങ്ങളും തെറ്റായി ധരിപ്പാൻ സാധ്യതയുള്ള സ്നാനത്തോടുള്ള ബന്ധത്തിൽ അങ്ങനെയുള്ള അല്ലെ ആ രീതിയിൽ വ്യാഖ്യാനിക്കുന്നവർ ക്രിസ്തീയ സഭയിൽ ഒരു വലിയ കൂട്ടം തന്നെ ഉണ്ട്. ഇവിടെ സ്നാനം അതിനെക്കുറിച്ച് പല കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചു. പത്രോസ് അപ്പോസ്തലൻ ഉപയോഗിച്ചിരിക്കുന്ന ആ വളരെ ഡൈനമിക് ലാംഗ്വേജ്, വളരെ ശക്തിവത്താകുന്ന അല്ലെങ്കിൽ വളരെ ചലനാത്മകമാകുന്ന ഒരു ഭാഷയാണ് സ്നാനത്തോടുള്ള ബന്ധത്തിൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതിനുള്ള ബന്ധത്തിൽ തന്നെ വിശ്വാസ സ്നാനമെന്നുള്ളത് വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമായിട്ട് നമ്മൾ വേദപുസ്തകപ്രകാരം മനസ്സിലാക്കുന്നു. എന്നാൽ അതിൻ്റെ മറ്റൊരു തെറ്റായ എക്സ്ട്രീമിലേക്ക് ചിലർ പോകാറുണ്ട്. പ്രത്യേകിച്ച് കാത്തലിക് ചർച്ച് പ്രധാനമായിട്ട് പഠിപ്പിക്കുന്ന ആശയം എങ്ങനെയോ നമ്മുടെ ഇടയിലും വന്നു ചേർന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്തു പോകേണ്ടത് ആവശ്യമാണ്. എനിക്കറിയാം, ഞാനീ പറയുന്നതല്ല എല്ലാവർക്കും ഒരുപക്ഷെ അത് അംഗീകരിച്ചെന്ന് വരികയില്ല. ഇറ്റ് ഈസ് ഓൾ റൈറ്റ്. പക്ഷേ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ അല്ലെ എൻ്റെ ബോധം, ആ കാര്യത്തെക്കുറിച്ചുള്ള എൻ്റെ ബോധം ഞാൻ നിങ്ങളോട് പറയുക. നിങ്ങൾക്കത് ദൈവവചനത്തിൻ്റെ വെളിച്ചത്തിൽ അത് ഫർദറായിട്ട് അതിനെക്കുറിച്ച് ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യാനുള്ളതാകുന്ന സ്വാതന്ത്ര്യമുണ്ട്. ദയവായിട്ട് അങ്ങനെ ലഭിക്കുന്ന അറിവുകൾ ഞാനുമായിട്ടും എന്നോടും നിങ്ങൾ ഷെയർ ചെയ്യുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുക. നമുക്ക് ഒരുമിച്ച് ആ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കാം. ഇവിടെ ഞാൻ സൂചിപ്പിച്ചു, പത്രോസ് അപ്പോസ്തലൻ ഒരു ഡൈനമിക് ഭാഷയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. വളരെ ശക്തിവത്താകുന്ന അല്ലെ വളരെ ചലനാത്മകമാകുന്ന ഒരു ഭാഷ. എന്താണ് നമ്മൾ കണ്ടു. എന്നാൽ അത് ഒറ്റ വായനയിൽ അങ്ങനെ തോന്നുമെങ്കിലും അതങ്ങനെ അല്ലെന്നുള്ളത് ആ വേദഭാഗം അനുസരിച്ചും മറ്റു വേദഭാഗങ്ങളുമായിട്ട് ചേർത്ത് ചിന്തിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. അതിങ്ങനെയാണ്. ആ പെട്ടകത്തിൽ അല്പജനം എന്ന് വെച്ചാൽ 8 പേർ വെള്ളത്തിൽ കൂടി രക്ഷ പ്രാപിച്ചു. അത് സ്നാനത്തിനൊരു മുൻകറി. അതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. നോഹയുടെ കാലത്തെ ജലപ്രളയം എങ്ങനെ സ്നാനത്തിന് മുൻകുറിയാകുന്നു, അല്ലെ പത്രോസ് അപ്പോസ്തലൻ്റെ കാലഘട്ടത്തിൽ ആർക്ക് ഈ ലേഖനം എഴുതിയോ അവരോടുള്ള ബന്ധത്തിൽ അതെങ്ങനെ റിലേറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യം നമ്മൾ ചിന്തിച്ചതാണ്. എന്നിട്ട് പത്രോസ് പറയുന്ന ഒരു കാര്യം, അത് സ്നാനത്തിനൊരു മുൻകുറി. സ്നാനമോ ഇപ്പോൾ ജഡത്തിൻ്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല,
ദൈവത്തോട് നല്ല മനസാക്ഷിക്കായുള്ള അപേക്ഷയായിട്ടത്രേ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ നമ്മയും രക്ഷിക്കുന്നു. സത്യത്തിൽ ആ വാക്യം മനസ്സിരുത്തി ഒന്ന് വായിച്ചാൽ തന്നെ അങ്ങനെയുള്ള ചിന്ത ഉണ്ടാകുകയില്ല എന്നാണ് എൻ്റെ ചിന്ത. എങ്കിലും മറ്റ് ചില വേദഭാഗങ്ങളുടെ വെളിച്ചത്തിൽ സ്നാനം എന്ന കർമ്മം രക്ഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ രക്ഷിക്കപ്പെടുന്നതിന് ഉള്ള ഒരു റിക്വസിറ്റ് അല്ലെങ്കിൽ സ്നാനം രക്ഷ എന്നുള്ളതിന് ഒരു നെസസറി അക്കമ്പനിമെൻ്റായിട്ട്, അല്ലെ ഒന്നുകൂടെ പറഞ്ഞാൽ സ്നാനമാണ് വീണ്ടും ജനനം പൂർത്തീകരിക്കുന്നത് എന്നൊരു ചിന്ത എങ്ങനെയോ വന്നുകൂടിയിട്ടുണ്ട് ക്രിസ്തീയ സഭയിൽ. പക്ഷേ ബേസിക്കായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ചിന്ത, അതായത് ഈ ബാപ്റ്റിസ്മൽ റീജനറേഷൻ എന്ന് പറയുന്ന ചിന്ത സത്യത്തിൽ കത്തോലിക്ക സഭയുടെ പ്രധാനപ്പെട്ട പഠിപ്പിക്കലുകളിൽ ഒന്നാണ്. അവരുടെ പഠിപ്പിക്കലുകളിൽ പ്രധാനപ്പെട്ട പഠിപ്പിക്കലിൽ ഒന്നാണ്, അതായത് സ്നാനത്തിൻ്റെ അല്ലെങ്കിൽ മാമോദീസായുടെ ജലം വീണ ഒരു കുഞ്ഞ്, ആ ഇൻഫൻ്റ് നരകത്തിൽ പോവുകയല്ല, അവൻ സഭയോട് ചേർന്നു, അവൻ ആ പുതിയ ജീവന് അവകാശിയായി തീർന്നു എന്നൊക്കെയുള്ള പഠിപ്പിക്കലുകളുണ്ട്. അതുകൂടാതെ മറ്റൊരു പഠിപ്പിക്കൽ പ്രൊട്ടസ്റ്റൻ്റ് വിഭാഗത്തിലുണ്ട്. അതായത് ശിശുസ്നാനം പഠിപ്പിക്കുന്ന പ്രിയപ്പെട്ടവരും ഏകദേശമൊക്കെ ഈ ആശയങ്ങൾ പറയാറുണ്ട്. അതിന് ഈ കവനൻ്റ് തിയോളജിയൻസ് എന്ന അതിനെക്കുറിച്ച് പറയുന്നത്, അതായത് പഴയ നിയമത്തിൽ ദൈവം ഇസ്രയേലുമായിട്ടൊരു കവനൻ്റ് റിലേഷൻഷിപ്പിലേക്ക് വന്നു. അതിൻ്റെ പുറമെയുള്ള അടയാളം പരിച്ഛേദനയായിരുന്നു. അപ്പോൾ അതിന് നേരെ അല്ലെങ്കിൽ അതിന് കറസ്പോണ്ട് ചെയ്യുന്ന ഒന്നായിട്ട് പുതിയ നിയമ ഉടമ്പടിയിൽ പരിച്ഛേദനയെ കറസ്പോണ്ട് ചെയ്യുന്ന ഒന്നായിട്ട് സ്നാനം എന്നതിനെ അല്ലെങ്കിൽ സ്നാനമെന്ന ആ ശുശ്രൂഷയെ, ആ കർമ്മത്തെ പഠിപ്പിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അതിൽ അങ്ങനെ ഒരു തെറ്റായ ധാരണ അല്ലെ ഒരു തെറ്റായ വ്യാഖ്യാനം ഒരു പക്ഷേ കൊടുക്കാൻ കഴിയുന്ന ഒരു പുതിയ നിയമ വാക്യവുമുണ്ട് കൊലോസ്യ ലേഖനത്തിലാണ്. ക്രിസ്തുവിൻ്റെ പരിച്ഛേദനയാൽ, അതായത് കൈകൊണ്ടല്ലാത്ത പരിച്ഛേദ എന്ന് പറയുന്ന ആ വേദഭാഗം, എന്നിട്ട് അതിനെ സ്നാനത്തെക്കുറിച്ച് താഴോട്ട് പറയുന്നത്. അപ്പോൾ ആ ഒരു വിഷയം തന്നെ എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ അതിനെക്കുറിച്ചൊരു വ്യക്തമാകുന്ന എക്സ്പോസിഷൻ നമ്മൾ കൊലോസ്യ ലേഖനത്തിൻ്റെ പഠനത്തിൻ്റെ അല്ലെ ആ വേദഭാഗത്ത് നിന്ന് പ്രസംഗിച്ചപ്പോൾ നൽകിയുണ്ടായതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ഇനിയും പറയാൻ നമുക്ക് സമയമില്ല. എങ്കിലും അതായത് ഈ സ്നാനമെന്ന കർമ്മം ഇവിടെ പറഞ്ഞേക്കുന്ന ആ വാക്യം നമ്മയും രക്ഷിക്കുന്നു. പക്ഷെ അങ്ങനെയല്ലത് പറഞ്ഞേക്കുന്നത്. സ്നാനം രക്ഷിക്കുന്നു എന്നല്ല പറഞ്ഞേക്കുന്നത്. എങ്കിലും അങ്ങനെ ഒരു ചിന്ത വരാൻ സാധ്യത അവിടെയുണ്ട്. അപ്പം അങ്ങനെ ആ വേദഭാഗം പഠിപ്പിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചിന്തിപ്പാനായിട്ട് താല്പര്യപ്പെടുന്നത്. നമ്മൾ ഏതൊരു പ്രധാനപ്പെട്ട ഉപദേശം പഠിക്കുകയോ അല്ലെ അത് മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ഒരു സാധാരണ റൂളെന്ന് പറയുന്നത് ഈ വ്യക്തമായി ആ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന അനേക വേദഭാഗങ്ങളുണ്ടെങ്കിൽ ആ വേദഭാഗങ്ങളുടെ വെളിച്ചത്തിൽ വേണം അവ്യക്തമാകുന്ന അല്ലെ അവ്യക്തമെന്ന്
നമുക്ക് തോന്നുന്ന വേദഭാഗങ്ങളെ നമ്മൾ കാണാൻ. പലപ്പോഴും സംഭവിക്കുന്ന പ്രശ്നം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പക്ഷേ ഈ തെറ്റായ വ്യാഖ്യാനം നൽകാൻ സാധ്യതകൾ ഉള്ള വേദഭാഗം നമ്മൾ അത് തന്നെ അങ്ങ് പിക്ക് ചെയ്തിട്ട് അവിടെ നിന്ന് ആ വിഷയത്തെ പരിശോധിപ്പാനായിട്ട് നമ്മൾ ശ്രമിക്കും. ഞാനിത് പറയുമ്പോൾ ഇന്ന് എല്ലാ വേദഭാഗങ്ങളും അതിനുള്ള ബന്ധത്തിൽ കവർ ചെയ്യുവാൻ ഒരു പക്ഷേ നമുക്ക് കഴിയത്തില്ല. സംശയങ്ങളുള്ള വേദഭാഗങ്ങൾ ഇതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് ക്ലിയർ ചെയ്യാവുന്നതാണ്. വേണമെങ്കിൽ റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ ഒരു എക്സ്പോസിഷൻ ആവശ്യമെങ്കിൽ അതിനുള്ള ബന്ധത്തിൽ നൽകുവാൻ കഴിയും. അത് പിന്നീട് നമുക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്. എന്നാൽ ഇത്രയും മനസ്സിലാക്കുക, അതായത് ഈ രക്ഷയെന്ന കർമ്മം, സ്നാനമെന്ന കർമ്മം രക്ഷയ്ക്ക് എന്തെങ്കിലും സപ്ലൈ ചെയ്യുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ, വിശ്വാസം പ്ലസ് സംതിങ്, അങ്ങനെയാണോ രക്ഷയെക്കുറിച്ച് വേദപുസ്തകം പഠിപ്പിക്കുന്നത്? ഞാനിത് പറഞ്ഞു വരുമ്പോൾ തന്നെ നിങ്ങളാകെപ്പാടെ അങ്ങ് ടെൻസ്ഡ് ആയിരിക്കാമെന്ന് എനിക്കറിയാം. ഇങ്ങനെ എന്നാ പറയാൻ പോകുന്നതെന്നുള്ളത് ഒരു ചിന്തയായിരിക്കും. എനിവേ, നമുക്ക് ചിന്തിക്കാം. കഴിഞ്ഞ ആഴ്ച ഞാൻ വ്യക്തമാക്കിയതാണല്ലോ സ്നാനത്തിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കുകയല്ലെന്ന് ചിന്തിച്ചുകൊണ്ട് മുൻവിധികൾ ദയവായിട്ട് മാറ്റുക. എന്നിട്ട് നമുക്ക് ആ ഭേദഭാഗം ഒന്ന് ശ്രദ്ധിക്കാം. ഈസ് ഇറ്റ് നെസസറി ഫോർ സാൽവേഷൻ? ടു പുട്ട് ഇറ്റ് പ്ലെയിൻലി, രക്ഷയ്ക്ക് സ്നാനമെന്ന കർമ്മം അതിനകത്ത് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടോ? അതാ വിഷയം. സ്നാനം അത്യാവശ്യമായ കാര്യമാണ്, പക്ഷേ രക്ഷയ്ക്ക് അതെന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു? അത് വേദപുസ്തകം എന്താ പഠിപ്പിക്കുന്നത്? രക്ഷയെക്കുറിച്ച് വേദപുസ്തകം എന്താ പഠിപ്പിക്കുന്നത്? അത് നമ്മൾ ശ്രദ്ധിക്കണം. രക്ഷയെക്കുറിച്ച് വ്യക്തമായി വേദപുസ്തകം എന്ത് പറയുന്നു? അത് വളരെ വ്യക്തമാക്കുന്ന വേദഭാഗങ്ങളുണ്ട്. ഉദാഹരണത്തിന് എഫേസ്യ ലേഖനം 2-ാം അധ്യായം 8-9 വാക്യങ്ങളൊന്ന് വായിച്ച് നമുക്കറിയാവുന്ന വേദഭാഗമാണ്. ശ്രദ്ധിക്കണം. കൃപയാലല്ലോ നിങ്ങൾ എങ്ങനെ രക്ഷിക്കപ്പെട്ടു? വിശ്വാസം മൂലം. നോക്ക്, അപ്പോൾ കൃപയാൽ വിശ്വാസം മൂലമാണ് ഒരുവൻ എന്ത് ചെയ്യുന്നത്? രക്ഷിക്കപ്പെടുന്നത്. പൗലോസ് വളരെ വ്യക്തമാക്കുക. എന്നിട്ട് അടുത്തത്, എന്നിട്ട് പറയാ, അതിനും നിങ്ങൾ കാരണമല്ല. ഏതിന്? അതായത് വിശ്വസിക്കാനും നമ്മൾ എന്തല്ല, കാരണമല്ലെന്ന്. അതാ, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. വിശ്വാസം മൂലം. എന്നാൽ അങ്ങനെ വിശ്വസിക്കാനും നമ്മളെന്തല്ല, കാരണമല്ല. എന്ന് പറഞ്ഞാൽ, ഞാൻ വിശ്വസിച്ചു എന്നതുപോലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുകയില്ല. രക്ഷയോടുള്ള ബന്ധത്തിൽ എനിക്ക് ഒരു മെറിറ്റായി അവകാശപ്പെടാൻ കഴിയുകയില്ലെന്ന ആ വേദഭാഗം പഠിപ്പിക്കുന്നത്. അങ്ങനെ തന്നെയാണ്. അതിനും നിങ്ങൾ കാരണമല്ല. പിന്നെ എന്താ ദൈവത്തിൻ്റെ ദാനം? വിശ്വസിക്കാനിടയായി തീർന്നത് എന്താ? അങ്ങനെയാ വേദഭാഗം. നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാകാനുള്ളതേ ഉള്ളൂ. അത് വിശ്വസിക്കാനിടയായി തീർന്നത് എന്താ? ദൈവത്തിൻ്റെ ദാനമാണ്. കൃപയാലാ ഞാൻ രക്ഷിക്കപ്പെട്ടത്. പക്ഷേ കൃപയാൽ എന്നെ രക്ഷിക്കാൻ ദൈവം ഉപയോഗിച്ച മീൻസ് എന്താ? വിശ്വാസം. പക്ഷേ ആ വിശ്വാസത്തിന് പോലും ഞാൻ എന്തല്ല, കാരണമല്ല. പിന്നാരാ? ദൈവമാ കാരണമെന്ന്. അത് വളരെ വ്യക്തമാണ്. അപ്പോസ്തലരുടെ പ്രവൃത്തിയിൽ ഒരു 18-ാമത്തെ അധ്യായം അപ്പല്ലോസ് കൊരിന്തിൽ വരുന്ന ആ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. അവിടെ
ആ വേദഭാഗം ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. അവൻ അവിടെ വന്നപ്പം കൃപയാൽ വിശ്വസിച്ചവർക്ക് എന്നൊരു വേദഭാഗം അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പോസ്തലരുടെ പ്രവൃത്തി ഓക്കെ, ഓക്കെ. ഏത് വാക്യ 27. അപ്പോസ്തലരുടെ പ്രവൃത്തി 18. ഓക്കെ. അപ്പൊല്ലോസ് അവൻ അഖായിലേക്ക് പോകുവാൻ ഇച്ഛിച്ചപ്പോൾ സഹോദരന്മാർ അവനെ ഉത്സാഹിപ്പിക്കുകയും അവൻ കൈക്കൊള്ളേണ്ടതിന് ശിഷ്യന്മാർക്ക് എഴുതുകയും ചെയ്തു. അവിടെ എത്തിയാറെ അവൻ ദൈവകൃപയാൽ വിശ്വസിച്ചവർക്ക് വളരെ പ്രയോജനം ചെയ്തു. നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഈ വിശ്വാസവും മാനസാന്തരവും ഇതെല്ലാം സത്യത്തിൽ ദൈവത്തിൻ്റെ ദാനമായിട്ടാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ ദാനമായിട്ട് 2 തിമോഥെയോസിൽ, അതായത് മാനസാന്തരത്തെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. ഈ മാനസാന്തരം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആ വേദഭാഗം ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. മാനസാന്തരം എന്നുള്ളതും ദൈവത്തിൻ്റെ ദാനമാണെന്ന് അവിടെ നമ്മൾ കാണുന്നുണ്ട്. 2 തിമോഥെയോസ് അതിൻ്റെ 2-ാം അധ്യായം 25-ാം വാക്യം. നോക്കാം, ശ്രദ്ധിക്കണം. വിരോധികൾക്ക് ദൈവം സത്യത്തിൻ്റെ പരിജ്ഞാനത്തിനായി മാനസാന്തരം നൽകുമോ? അപ്പോൾ വിശ്വാസം എന്നുള്ളതും മാനസാന്തരം എന്നുള്ളതും രക്ഷ എന്നുള്ളതും കൃപയാൽ, വിശ്വാസത്താൽ, അതിന് പ്രവർത്തികൾ കാരണമല്ല എന്ന് എഫേസ്യ ലേഖനം വളരെ വ്യക്തമായും പഠിപ്പിക്കുന്നുണ്ട്. ഗലാത്യയിൽ ഉണ്ടായിരുന്ന പ്രശ്നം സത്യത്തിൽ അവിടെ പൗലോസ് അവിടെ എഴുതുന്നതാകുന്ന ഗലാത്യ ലേഖനം നമ്മൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ വളരെ വ്യക്തമാണ്. അവിടെ ഗലാത്യയിലുള്ളവർ, അല്ലെങ്കിൽ ഗലാത്യയിൽ ചിലർ വന്ന് പഠിപ്പിച്ച, ഗലാത്യ സഭകളെ ചിലർ വന്ന് പഠിപ്പിച്ചതാകുന്ന ഒരു വിഷയം, രക്ഷയ്ക്ക് യേശുക്രിസ്തുവിൽ വിശ്വസിക്കണം, പക്ഷേ അത് മാത്രം പോരാ, പിന്നെ എന്തും കൂടെ വേണമെന്നറിയോ? പരിച്ഛേദനയൂടെ വേണം. അതിനെ അതായത് എന്നിട്ട് പൗലോസ് വ്യക്തമാക്കുന്ന ഒരു കാര്യം, ഒരു പ്രവർത്തികളും എന്തല്ല, കാരണമല്ലെന്ന് വ്യക്തമാക്കുക. അപ്പോൾ രക്ഷയോടുള്ള ബന്ധത്തിൽ മനുഷ്യൻ്റെ ഒരു പ്രവൃത്തിയും മനുഷ്യനെ രക്ഷിക്കുന്നില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പം അങ്ങനെയെങ്കിൽ പത്രോസ് ഇവിടെ പറയുന്നതിൻ്റെ അർത്ഥം എന്താ? പത്രോസ് ഒരിക്കലും തന്നെ കോൺട്രഡിക്റ്റ് ചെയ്യും എന്ന് നമ്മൾ കരുതരുത്. ഇത് രക്ഷയെന്നുള്ളത്, അല്ലെങ്കിൽ ഒരുവൻ വീണ്ടും ജനിച്ച് ദൈവമകനാകുക. അപ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു സ്നാനം പിന്നെന്തിനാ? അതിനെക്കുറിച്ച് ഞാൻ പറയാം. ഒരുവൻ വീണ്ടും ജനിച്ച് ദൈവമകനാകുക എന്നുള്ളത് സമ്പൂർണമായിട്ടും ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. അത് വേദപുസ്തകം വളരെ വ്യക്തമാക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ പ്രവൃത്തിയാണെന്നുള്ളത് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അത് അതിൽ തന്നെ പൂർണ്ണമാണെന്നും വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. രക്ഷയെന്നുള്ളത് വിശ്വാസത്താൽ സംഭവിക്കുന്ന ഒന്നാണ്, കൃപയാലാണ് രക്ഷയെന്നുള്ളത്. അത് നമുക്ക് ഒന്നുകൂടെ, അതായത് പത്രോസ് ഇവിടെ തന്നെ കോൺട്രഡിക്റ്റ് ചെയ്യുകയല്ല എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ ഈ കാര്യം മനസ്സിലാകാൻ വേണ്ടി അപ്പോസ്തലരുടെ പ്രവൃത്തി 10-ാം അധ്യായത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം.
10-ാം അധ്യായത്തിൽ കൊർന്നല്യോസിൻ്റെ ഭവനത്തിൽ പത്രോസ് വന്ന് പ്രസംഗിക്കുന്ന ആ സന്ദർഭം അവിടെ ഉള്ളത്. നമ്മളീ പറഞ്ഞു വരുന്ന, ചിന്തിച്ചു വരുന്ന വിഷയം മനസ്സിലാകുവാൻ വേണ്ടിയിട്ട് അവിടെ ഒന്ന് നമുക്ക് അവിടെ പത്രോസ് പ്രസംഗിച്ച് കൊണ്ടിരിക്കുമ്പോൾ അതിന് 43-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. അവനിൽ വിശ്വസിക്കുന്ന ഏവനും. അപ്പം പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്കൊരു 2:38, ഓരോരുത്തർ നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി യേശുക്രിസ്തുവിൻ്റെ ആ ഒരു വാക്യമുണ്ട്. എന്നാൽ ആ വാക്യം വായിക്കുമ്പോൾ തന്നെ അതിനോട് ചേർത്ത് നമ്മൾ ഇതുകൂടെ ചിന്തിക്കണം. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും അവിടുത്തെ നാമം മൂലം പാപമോചനം ലഭിക്കും എന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. അത് വളരെ വ്യക്തമാണ്. പത്രോസ് അവിടെ പ്രസംഗിക്കുകയാണ്, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും എന്ത് കിട്ടുന്നു? പാപമോചനം. അതുകൊണ്ടാണ് നമ്മൾ തുടർന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ 16-ാം അധ്യായത്തിൽ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബം എന്ത് ചെയ്യും? രക്ഷ പ്രാപിക്കും. അപ്പൊ ഇവിടെയും അത് തന്നെയാണ് നമ്മൾ വായിക്കുന്നത്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏവനും പാപമോചനം ലഭിക്കുമെന്ന് സകല പ്രവാചകന്മാരും സാക്ഷ്യം പറയുന്നു. അടുത്ത വാക്യം, ഈ വാക്കുകളെ ശ്രദ്ധിക്കണം. വചനം കേട്ട് എല്ലാവരുടെ മേലും എന്ത് ചെയ്തു? അപ്പോൾ അതിൻ്റെ അർത്ഥം അവരെന്ത് ചെയ്തു? പരിശുദ്ധാത്മാവ് വന്നെന്ന് മാത്രമല്ല, അവർ പിന്നെന്ത് ചെയ്യാൻ തുടങ്ങി? അന്യഭാഷകളിൽ സംസാരിക്കാനും തുടങ്ങി. അപ്പോഴാണ് അതുവരെ ജാതികളെ അറയ്ക്കപ്പെട്ടവരായി കണ്ടിരുന്ന യഹൂദന്മാർ, കാരണം പത്രോസിനെ ഇവിടെ കൊണ്ടുവരുവാൻ ദൈവത്തിനൊരു വലിയ ദർശനം കൊടുക്കേണ്ടതായിട്ട് വന്നു. നമുക്കറിയാമല്ലോ, പത്രോസ് തോൽക്കൊല്ലനാകുന്ന ശിമോന്റെ വീട്ടിൽ പാർത്തുകൊണ്ടിരുന്നപ്പം ഒരു വലിയ ഒരു ഷീറ്റ്, എന്തോ അതിനെക്കുറിച്ച് പറയുന്നേ, അതേ നിറയെ എന്തുണ്ടായിരുന്നു? പല വിധത്തിലുള്ള ഇഴജാതികളും എല്ലാം ഉണ്ട്. എന്നിട്ട് പത്രോസിനോട് പറയുകയാണ്, നീ എഴുന്നേറ്റ് അറുത്ത് തിന്നാൻ പറയുക. ഉടനെ പത്രോസ് പറയുന്ന ഒരു കാര്യം, അശുദ്ധമായത്, സെറമോണിയലി അൺക്ലീൻ ആയിട്ടുള്ളതൊന്നും ഞാൻ ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല. ഉടനെ ദൈവം പറയുകയാണ്, ഞാൻ ശുദ്ധീകരിച്ചതിനെ നീ. ആ സന്ദർഭത്തിലാണ് കൊർന്നല്യോസ് അയക്കുന്ന ദൂതന്മാര് വരുന്നതും നമുക്ക് പിന്നെ ആ സംഭവം അറിയാം. പത്രോസ് അവരോടൊപ്പം പോകുന്നതും യഹൂദന്മാരാകുന്ന ക്രിസ്ത്യാനികളും ഒരുമിച്ച് ചേർന്ന് അവരെങ്ങോട്ട് പോകുകയാ? കൊർന്നല്യോസിന്റെ ഭവനത്തിലേക്ക് പോകുകയാ. കൊർന്നല്യോസ്, അതായത് ജാതിയാകുന്ന ഒരുത്തനെ അറയ്ക്കപ്പെട്ടവനായി കരുതുന്ന ഈ യഹൂദന്മാർക്ക് ആദിയിൽ, അതായത് പെന്തക്കോസ്ത് നാളിൽ എങ്ങനെ ഏത് നിലയിൽ അവരുടെ മേൽ പരിശുദ്ധാത്മാവ് വന്നോ അതേ നിലയിൽ എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവരുടെ മേൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വചനം യേശു കർത്താവിൽ പാപമോചനത്തിനായി അവരെന്ത് ചെയ്തു? വിശ്വസിച്ചു. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു. അവരന്യഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. ഉടനെ പത്രോസ് പറയുകയാണ്, എന്താ പറഞ്ഞത്? നമ്മെ പോലെ നോക്കണം. അവിടെ പത്രോസിനോട് കൂടെ വന്ന് പരിച്ഛേദനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവെന്ന ദാനം ജാതികളുടെ മേലും പകർന്നത് കണ്ടിട്ട് വിസ്മയിച്ചു. നമ്മെ പോലെ പരിശുദ്ധാത്മാവിൽ ലഭിച്ച ഇവരെ സ്നാനം കഴിപ്പിച്ചുകൂടാതെ വണ്ണം വെള്ളം വിലക്കുവാൻ ആർക്ക് കഴിയും? അപ്പോൾ മനസ്സിലാക്കണം, രക്ഷിക്കപ്പെട്ട ഒരുവനാണ് എന്ത് ചെയ്യേണ്ടത്? സ്നാനപ്പെടേണ്ടത്. ഇപ്പൊ സ്നാനം അത്യാവശ്യമായ ഒന്നല്ല
എന്നല്ല നമ്മൾ പഠിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. സ്നാനമെന്നുള്ളത് രക്ഷിക്കപ്പെട്ടവർ ഏൽക്കേണ്ട കാര്യമാണ് എന്ന ടീച്ചിങ്ങാണ് വേദപുസ്തകം തരുന്നത്. ആ ഒരു കാര്യമാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. എന്ന് പറഞ്ഞാൽ രക്ഷയോടുള്ള ബന്ധത്തിൽ സ്നാനം എന്ന കർമ്മം ഒന്നും ഒരു മനുഷ്യനിൽ എന്ത് ചെയ്യുന്നില്ല, ഒരു മാറ്റം ഉണ്ടാക്കുന്നില്ല. കാരണം ഇന്റേണലായിട്ടുള്ള ചേഞ്ച് വരുത്താൻ പുറമേയുള്ള മനുഷ്യൻ്റെ ഒരു പ്രവൃത്തിയും എന്തല്ല, കാരണമല്ല. ഇന്നതുകൊണ്ട് ഈ സ്നാനം എന്ന ആ കർമ്മത്തിന് എംഫസൈസ് ചെയ്യുന്നത് കൊണ്ട് പല പ്രയാസങ്ങൾ നമ്മുടെ ഇടയിൽ വരാറുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ചയിൽ ആ സഹോദരൻ എന്നെ വീഡിയോയിൽ വാച്ച് ചെയ്യും. എങ്കിലും ഇത് എവിടാണെന്നും ആരാണെന്നും അറിയാത്തത് കൊണ്ട് അദ്ദേഹം എന്നോട് പറഞ്ഞ കാര്യമായതുകൊണ്ടും ഞാൻ ആ കാര്യം പറയാനായിട്ട് താല്പര്യപ്പെടുകയാണ്. കഴിഞ്ഞ ദിവസം ഒരാൾ ഒരു ലോങ് ഡിസ്റ്റൻസ് കോൺവെർസേഷനാണ് എന്നോട് പറഞ്ഞ ഒരു കാര്യം. അദ്ദേഹം ഇവിടെ മിഡിൽ ഈസ്റ്റിലേതോ ഒരു രാജ്യത്തായിരുന്നു. അദ്ദേഹം സ്നാനപ്പെട്ടത് അതോ അവിടെ വരുന്നതിന് മുൻപ് എന്തോ ആ കാര്യം എനിക്ക് വ്യക്തമല്ല. എങ്കിലും അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, അതായത് അദ്ദേഹം സ്നാനപ്പെടാനിടയായത് അവിടെ ഉള്ളവർ പറഞ്ഞു, നീ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ നിൻ്റെ വിസ കിട്ടും, കാര്യങ്ങളെല്ലാം ശരിയാകും. ഞാൻ അങ്ങനെയാ സ്നാനപ്പെട്ടതെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു. എന്നാൽ അങ്ങനെ സ്നാനപ്പെട്ടു വന്ന അദ്ദേഹം പിന്നീട് ദൈവം അദ്ദേഹത്തോട് കരുണ ചെയ്തതുകൊണ്ട് ദൈവവചനം കേട്ട് വീണ്ടും ജനിച്ചു. അപ്പം അദ്ദേഹത്തിനോട് പറഞ്ഞു, വീണ്ടും ജനിച്ചത് ഞാൻ രണ്ടാമത് ഞാൻ സ്നാനപ്പെട്ടെന്ന് പറഞ്ഞു. ഈ കഴിഞ്ഞ ആഴ്ചയിൽ എന്നോട് പറഞ്ഞ ഒരു കാര്യമാണ്. അപ്പം ഞാൻ പറഞ്ഞു മനസ്സിലായോ? അതായത് ഈ ഇന്റേണൽ ചേഞ്ച് ഉണ്ടാക്കുന്ന ഒന്നല്ല എന്ത് സ്നാനമെന്നുള്ളത്. ആ കർമ്മമല്ല നമുക്ക് മാറ്റം വരുത്തുന്നത്. ഇന്റേണലി ആന്തരികമായിട്ട് ചേഞ്ച് വരുത്താൻ കഴിയുന്നത് യേശു കർത്താവിൻ്റെ രക്തത്തിന്, അല്ലെങ്കിൽ യേശു കർത്താവിൽ വിശ്വസിക്കുന്നത് മൂലമാണ് നമ്മുടെ ഒരു റൈറ്റ് റിലേഷൻഷിപ്പ് ദൈവവുമായിട്ടുണ്ടാകുന്നത്. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 9-ാം അധ്യായം 14-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് ഈ പഴയ നിയമകാലത്ത് അശുദ്ധരായവരുടെ മേൽ തളിക്കുന്ന എന്തുവാ പശുഭസ്മവും, പിന്നെ ഒന്ന് വായിച്ചേ, ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തവും. അത് മലിനപ്പെട്ടോരെ അവർ സെറിമോണിയലി അവരെന്താ അൺക്ലീൻ. അപ്പോൾ ഒരു സെറിമോണിയലായിട്ടുള്ള ഒരു സിംബോളിക്കായിട്ടുള്ള ഒരു ആക്റ്റാണ് അവിടെ ചെയ്യുന്നത്. അത് അവരെ എന്ത് ചെയ്തു, അവരെ എന്ത് ചെയ്തു, തളിക്കുന്ന ജഡീക ശുദ്ധി വരുത്തുന്നു എങ്കിൽ നോക്കണം. അപ്പൊ അതിനെ കോൺട്രാസ്റ്റ് ചെയ്തേക്കുക. അതെന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ സെറിമോണിയൽ ക്ലെൻലിനെസ് ഉണ്ടാക്കുന്നു. സെറിമോണിയലി ഒരാള് ക്ലീൻ ആകുന്നു. എന്നാൽ നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിൻ്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവർത്തികളെ പോക്കി എത്രയധികമായി ശുദ്ധീകരിക്കും. നോക്കണം, പുറമേയുള്ള ഒരു കാര്യവുമല്ല ആന്തരികമാകുന്ന ശുദ്ധി വരുത്തുന്നത്.
നല്ല മനസാക്ഷിക്കായിട്ടുള്ള അപേക്ഷയായിട്ടത്രേ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ നമ്മളെയും എന്ത് ചെയ്യുന്നു? രക്ഷിക്കുന്നു. ജഡത്തിൻ്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല. ആ സിംബോളിസം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. പത്രോസ് പറയുന്നത്, അപ്പോൾ എക്സ്റ്റേണലായിട്ടുള്ള മനുഷ്യൻ്റെ കർമ്മമല്ല മനുഷ്യനെ രക്ഷിക്കുന്നത്. യേശു കർത്താവിൻ്റെ രക്തം നമ്മുടെ ഹൃദയങ്ങളിൽ തളിക്കപ്പെടുന്നു. അതിനോട് വേറെ ഒന്നും കൂട്ടരുത്. പൗലോസിൻ്റെ കാലത്ത് ഗലാത്യയിൽ പരിച്ഛേദന രക്ഷയോടൊപ്പം കൂട്ടിയതുപോലെ ഉള്ള ഒരു കൂട്ടിച്ചേർപ്പും ദൈവവചനം അനുവദിക്കുന്നില്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് പൗലോസ് അവരോട് പറയുന്നത് ഇത് വേറൊരു സുവിശേഷമാണെന്ന് അവരോട് പറയുന്നത്. ഈ സുവിശേഷം ഞങ്ങൾ പ്രസംഗിച്ച സുവിശേഷം അല്ല. ഞങ്ങൾ നിങ്ങളോട് അറിയിച്ചതിന് വിപരീതമായിട്ട് ഞങ്ങളാകട്ടെ സ്വർഗത്തിൽ നിന്ന് ഒരു ദൂതനാകട്ടെ വന്ന് പറഞ്ഞാൽ അവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷയെന്നുള്ളത് ദൈവത്തിൻ്റെ ദാനമാണെന്നും അത് കൃപയാൽ വിശ്വാസത്താൽ യേശു കർത്താവിൻ്റെ ചൊരിയപ്പെട്ട രക്തത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൈവത്തോടുള്ള നല്ല മനസാക്ഷി നമുക്കുണ്ടാകുന്നത്, അല്ലാതെ മനുഷ്യൻ്റെ കർമ്മത്താലല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇതൊരിക്കലും നമ്മൾ മറന്നു പോകരുത്. എന്നാൽ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ കൽപ്പനകളിൽ ഒന്നാകുന്ന, അല്ലെങ്കിൽ യേശു കർത്താവ്, നമ്മളിവിടെ മനസ്സിലാക്കുന്ന കാര്യം, അതായത് ആ നോഹയുടെ കാലത്തുണ്ടായതുപോലെ അല്പജനം 8 പേർ പെട്ടകത്തിൽ കൂടെ വെള്ളത്തിൽ കൂടെ രക്ഷ പ്രാപിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ന്യായവിധിയെ സൂചിപ്പിക്കുന്നത്. അതാണ് കർത്താവിനോടുള്ള ആ യൂണിയനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? രക്ഷപ്പെടുന്നത്. യേശു ക്രിസ്തുവിലാകുന്നത് കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെടുന്നത്. അതായത് പെട്ടകത്തിൽ അല്പജനം ആ പ്രളയജലത്തിൽ കൂടെ രക്ഷപ്പെട്ടതുപോലെ യേശു ക്രിസ്തുവിൽ ഒരുവനാകുന്നതിനാലാണ് രക്ഷപ്പെടുന്നത്, അല്ലാതെ ജലത്തിൽ മുങ്ങിപ്പൊങ്ങുന്നതിനാലല്ല. ഇത് പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. കാരണം എന്താണെന്നറിയാമോ? ഇന്ന് അനേക ഇടങ്ങളിൽ, ഞാൻ എല്ലായിടത്തും ഇത് പറയാറുണ്ട്. ഈ പാസ്റ്ററങ്ങൾ പോകുന്നതിന് മുമ്പേ നീ അങ്ങ് സ്നാനപ്പെടണമെന്നൊക്കെ കുഞ്ഞുങ്ങളോട് പറയാം. നോ, നെവർ ഡു ദാറ്റ്, നെവർ ഡു ദാറ്റ്. അവരോട് യേശു കർത്താവിൽ കൂടെയുള്ള യേശു കർത്താവിൽ കൂടെ മാത്രമുള്ള ആ രക്ഷയെക്കുറിച്ച് നമ്മൾ പഠിപ്പിക്കണം. കുടുംബ പ്രാർത്ഥനകൾ അതിനുള്ള അവസരമാക്കി നമ്മൾ എടുക്കണം. കുഞ്ഞുങ്ങളോട് നമ്മൾ പറയണം, കുഞ്ഞേ, നീ ഒരു പാപിയാണ്. യേശുവിൽ നീ വിശ്വസിച്ച് രക്ഷ പ്രാപിക്കാത്തിടത്തോളം നീ പാപിയാണ്. ആ കുഞ്ഞിൽ ആ പാപബോധം ഉണ്ടാകത്തക്ക നിലയിൽ ദൈവവചനം നമ്മൾ അവരെ ഉപദേശിക്കണം. ഒരു വ്യത്യാസവുമില്ല. എല്ലാവരും എന്ത് ചെയ്യുന്നു? പാപം ചെയ്ത് ദൈവതേജസ്സില്ലാത്തവരായി തീർന്നു. എൻ്റെ പേരൻസ്, പ്രത്യേകിച്ച് എൻ്റെ അമ്മ എന്നോട് ചെയ്ത ഒരു നല്ല കാര്യം എന്നറിയാമോ? എന്നെ സ്നാനപ്പെടാനൊന്നും നിർബന്ധിച്ചില്ലെന്നുള്ളതാണ്. ഞാൻ പെന്തക്കോസ്ത് ഭവനത്തിൽ ജനിച്ചു വളർന്നയാളാണ്. എന്നെ സ്നാനപ്പെടാൻ ആരും നിർബന്ധിച്ചില്ല. അതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. അങ്ങനെ നിർബന്ധിച്ചായിരുന്നു ഞാൻ ഏതെങ്കിലും കാലഘട്ടത്തിൽ ആരെങ്കിലും എന്നെ പിടിച്ചു മുക്കും. ചുമ്മാതെ ഇങ്ങനെ ഇതിനകത്ത് കൂടി അങ്ങ് നടന്നതിന് ദൈവം എന്നോട് കരുണ ചെയ്ത് എപ്പോഴെങ്കിലും ഞാൻ വീണ്ടും ജനിച്ചെങ്കിൽ എൻ്റെ ഭാഗ്യമെന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷെങ്കിൽ പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഞാൻ ജനിച്ചെങ്കിലും ദൈവം എന്നോട് കരുണ ചെയ്തു. 1987 മാർച്ച് മാസം 31 രാത്രിയിൽ
അർദ്ധരാത്രിയിൽ ബോംബെയിലെ ഒരു റൂമിൽ രാത്രി കഴിഞ്ഞ സമയത്ത് ആഴമാകുന്ന പാപബോധം ദൈവനിലേക്ക് വന്നു. ആഴമാകുന്ന പാപബോധം. ദൈവവചനം വായിച്ചുകൊണ്ട് ഞാൻ ഇരുന്നപ്പോൾ രാത്രിയിൽ, അന്ന് വരെ വേദപുസ്തകം വായിച്ചിട്ടുണ്ടെന്നുള്ളതല്ലാതെ, സൺഡേ സ്കൂൾ പഠിച്ചിട്ടുണ്ട് എന്നുള്ളതല്ലാതെ അതിനെക്കുറിച്ചൊന്നും ഒരു തിരിച്ചറിവുമില്ലാതെ ഇരുന്നപ്പോൾ ആഴമാകുന്ന പാപബോധം ദൈവം എന്നിൽ തന്നു. കൃപയാൽ ദൈവം എന്നെ ആ രാത്രിയിൽ രക്ഷിച്ചു. ഏപ്രിൽ മാസം 1-ാം തീയതി നേരം വെളുത്തപ്പോൾ കാര്യങ്ങളെ ഞാൻ കാണുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടായിരുന്നു. ഞാൻ ഇൻസിസ്റ്റ് ചെയ്യുന്നത്, ഒരു പക്ഷേ അതുപോലെ ഒരു ഡ്രാമാറ്റിക് എക്സ്പീരിയൻസ് എല്ലാവർക്കും ഉണ്ടാകണോ എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, വീണ്ടും ജനനമെന്നുള്ളത് ദൈവം കരുണ തോന്നി നമ്മൾ ചെയ്യുന്നതാ. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എൻ്റെ പാസ്റ്ററോട് ആവശ്യപ്പെട്ടു, എനിക്ക് സ്നാനപ്പെടണമെന്ന് ഞാൻ പറഞ്ഞു. പബ്ലിക്കായിട്ട്. അതിനെക്കുറിച്ചുള്ള വലിയ കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ ദൈവം എൻ്റെ ഹൃദയത്തിൽ ആ ബോധം തന്നു. അപ്പം ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം, ഒരുവൻ ശരിയായി വീണ്ടും ജനിച്ചാൽ വേദപുസ്തകം അവൻ വായിച്ചാൽ മനസ്സിലാകും, ജലത്തിൽ കർത്താവിനെ സാക്ഷിക്കുന്നത് ഒരു അത്യാവശ്യമാകുന്ന വീണ്ടും ജനന അനുഭവത്തോട് ചേർന്നു പോകുന്ന, അനുസരിക്കേണ്ട ഒരു പരസ്യമാകുന്ന സാക്ഷ്യമാണെന്നുള്ളത് വേദപുസ്തകം വായിക്കുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാകും. അത് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ചില ഉദാഹരണങ്ങൾ പറഞ്ഞു. അങ്ങനെ ശരിയായിട്ട് വീണ്ടും ജനനം പ്രാപിച്ചപ്പം ആരും പറയാതെ തന്നെ പിന്നെ ഒരു കുഴപ്പം പറ്റി, പോയി ഈ നടത്തി കൊടുക്കുന്നിടത്ത് പോയി അവർ മുങ്ങിച്ചു വന്നു എന്നൊരു പ്രശ്നമേ ഉണ്ടായുള്ളൂ. പക്ഷേ അവർക്ക് മനസ്സിലായി എന്ന് പറഞ്ഞാൽ, ഈ മറ്റ് മർത്തോമ സമുദായത്തിൽ നിന്നൊക്കെ വന്ന പല പ്രിയപ്പെട്ടവർ അവർ വീണ്ടും ജനിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി, അവർക്ക് സ്നാനപ്പെടണമെന്നുള്ള ആ താല്പര്യം അവരിലേക്ക് വന്നു. അവർ പോയി സ്നാനപ്പെട്ടു. ഇന്നും അവിടെ തന്നെ നിൽക്കുന്നു. അത് വേറൊരു കാര്യം. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, കാരണം അത് ഞാൻ പറയുന്നത് നമ്മുടെ കുഴപ്പം തന്നെയാണ്. കാരണം ഈ നടത്തിക്കൊടുക്കപ്പെടുന്നവർക്ക് അവർക്കതൊന്നും പ്രശ്നമല്ല. ദീപസമ്പം മഹാചര്യം നമുക്കും കിട്ടണം, പണം, അത്രയേ ഉള്ളൂ. അവിടെ ഈ നടത്തിക്കൊടുക്കപ്പെടുന്ന ഒരു സ്ഥലമാണ്. അവിടെ പോയി ചൂങ്ങി പിന്നെ ഞങ്ങൾ സ്നാനപ്പെട്ടവരാ എന്ന് പറയാം. അങ്ങനെ ഒത്തിരി പേരുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാനൊരു കാര്യം പറയാൻ താല്പര്യപ്പെടുന്നത്, അതുകൊണ്ടാണ് ആ സ്നാനത്തെ ആ ഒരു ഡൈനമിക്കായിട്ടുള്ള ഭാഷയിൽ ദൈവത്തിൻ്റെ വചനത്തിൽ ഉപയോഗിച്ചത്. ഇവിടെ ആ ആക്ട് അല്ല, സത്യത്തിൽ ആ പ്രവൃത്തി അല്ല പത്രോസ് ഇവിടെ എംഫസൈസ് ചെയ്യുന്നതെന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം സ്നാനമോ ഇപ്പോൾ ജഡത്തിൻ്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല. എന്നിട്ട് ഇവിടെ എന്താണ് താൻ അർത്ഥമാക്കുന്നത്, ഈ രക്ഷിക്കുന്നു എന്നുള്ളത് എന്താണ് പത്രോസ് അപ്പോസ്തലൻ അർത്ഥമാക്കുന്നത്? അത് അവിടെ പറഞ്ഞേക്കുന്നത് ദൈവത്തോട് നല്ല മനസാക്ഷിക്കായിട്ടുള്ള അപേക്ഷയാണ്. ഇനി അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? പത്രോസ് പറയുന്നു, യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താലാണ് സംഭവിക്കുന്നത്, മനുഷ്യൻ്റെ പ്രവൃത്തിയാലല്ല. യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്താൽ. അത് പ്ലസ് ഞാൻ ചെയ്യുന്ന ഒരു ആക്റ്റും കൂടെ അല്ല എന്നെ ദൈവം രക്ഷിക്കുന്നത്. കംപ്ലീറ്റ്ലി യേശുക്രിസ്തുവിൻ്റെ മരണ പുനരുത്ഥാനത്താലാണ് ഞാൻ രക്ഷ പ്രാപിക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ മെറിറ്റല്ല, നമ്മുടെ പ്രവൃത്തിയല്ല. അതേസമയം തന്നെ സ്നാനം ഏറ്റവും അത്യന്താപേക്ഷിതമാകുന്ന ആ പബ്ലിക് ടെസ്റ്റിമണിയാണ്, പരസ്യമായിട്ടുള്ള ആ സാക്ഷ്യമാണ് എന്നുള്ള കാര്യം നമ്മൾ ഒരിക്കലും മറന്നു പോകരുത് എന്ന കാര്യവും ദൈവത്തിൻ്റെ വചനം നമ്മളോട് പഠിപ്പിക്കുന്നു. അതിനുള്ള ബന്ധത്തിൽ അനേക വേദഭാഗങ്ങൾ ഉണ്ട്. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നിന്ന്, അതുപോലെ അപ്പോസ്തല പ്രവൃത്തി 2:38 ഈ വേദഭാഗങ്ങളൊക്കെ നമ്മളെല്ലാം തന്നെ ഈ വ്യക്തമാകുന്ന ഉപദേശത്തിൻ്റെ വെളിച്ചത്തിൽ വേണം കാണുവാൻ.
അല്ലാതെ ആ വാക്യങ്ങൾ മാത്രം ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് അടർത്തിയെടുക്കുന്നത് ഒരിക്കലും അത് ദൈവവചനത്തിന് നിരക്കുന്നതല്ല. ഞാൻ പറഞ്ഞ കാര്യം വ്യക്തമാണല്ലോ. ഇനിയും സ്നാനം വേണ്ടാന്ന് പഠിപ്പിച്ചു എന്നൊന്നും ആരും ഒരിടത്തും പോയി പറയില്ല. അല്ലേ തന്നെ എനിക്കുള്ള ഒരു ടാഗ് ദുരുപദേശകനെന്നാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് അങ്ങനെ ചിന്തിക്കരുത്. ഞാൻ പറഞ്ഞ കാര്യം വ്യക്തമാണെന്ന് ചിന്തിക്കുകയാണ്. സ്തോത്രം. ഞാൻ എംഫസൈസ് ചെയ്തത് രക്ഷയെക്കുറിച്ചാണ്. രക്ഷയ്ക്ക് മനുഷ്യൻ്റെ പ്രവൃത്തി കാരണമല്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. ഇനിയും ആ കോണ്ടെക്സ്റ്റിൽ ആ കാര്യം നമ്മൾ അതിനെക്കുറിച്ച്, ആ പശ്ചാത്തലത്തെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ചിന്തിച്ചു. ഒരു വാക്യം കൂടെ അവിടെയുണ്ട്. ഇതിനെക്കുറിച്ച് ഫർദർ വിശേഷിച്ച് റോമാലേഖനം 6-ാം അധ്യായത്തിൻ്റെ വിശദീകരണം ആവശ്യമെങ്കിൽ പിന്നീട് നൽകാവുന്നതാണ്. അതിൻ്റെ 22-ാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കടന്നു വരാം. എന്നിട്ട് കർത്താവിൻ്റെ മരണപുനരുത്ഥാനത്തെക്കുറിച്ചൊക്കെ പറഞ്ഞേച്ച് പത്രോസ് പറയുകയാണ്, അവിടുന്ന് സ്വർഗത്തിലേക്ക് പോയി ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നു. ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും കർത്താവിന് കീഴ്പ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ടാണ് പത്രോസ് ഇത് പറയുന്നത്? നേരത്തെ നമ്മൾ ആ പീഡനത്തോടുള്ള ബന്ധത്തിൽ ആ കാര്യം ചിന്തിക്കുകയുണ്ടായി. കർത്താവ് ആരാണെന്നുള്ളതാകുന്ന ആ ഫോക്കസ് അവർക്ക് കൊടുക്കുകയാണ്. അതിനുള്ള ബന്ധത്തിൽ ഇവിടെ പറയുന്നതാകുന്ന ഒരു കാര്യം, ഇവിടെ കർത്താവ് സ്വർഗത്തിലേക്ക് പോയി, എന്നിട്ട് ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നു. ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നു. അപ്പോൾ യേശു കർത്താവിനെ, അതായത് മനുഷ്യ സാദൃശ്യത്തിൽ വെളിപ്പെട്ടു വന്ന കർത്താവ് ഇവിടെ മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, എന്നിട്ട് സ്വർഗത്തിലേക്ക് കരേറിപ്പോയി. അപ്പോൾ സ്വർഗമെന്നുള്ളത് ഒരു സ്ഥലമായിട്ടാണ് ന്യൂ ടെസ്റ്റ്മെന്റ് പഠിപ്പിക്കുന്നത്, പുതിയ നിയമം പഠിപ്പിക്കുന്നത്. അവിടേക്ക് കരേറിപ്പോയി. ഇപ്പോൾ അവിടെ പിതാവിൻ്റെ വലത് ഭാഗത്ത് കർത്താവ് എന്ത് ചെയ്യുന്നു? ഇരിക്കുന്നു. ഇരിക്കുന്നു എന്നുള്ളത് ആ പ്രസന്റ് കണ്ടിന്യൂവസ് ടെൻസായിട്ടാണ് ഉപയോഗിച്ചേക്കുന്നത്. ഇരിക്കുന്നു, ഹി സിറ്റ്സ്, അല്ലെങ്കിൽ അവിടെ നിന്നായിരിക്കുന്നു. നമ്മുടെ ഇടയിൽ ആരോ ഒരാൾ ഒരിക്കൽ പറഞ്ഞതുപോലെ, കർത്താവ് അവിടെ ചെന്നേച്ച് ആ ശരീരം അവിടെ വെച്ചേച്ച് പിന്നെ ഇങ്ങോട്ട് വന്നത് ആത്മാവാണെന്നല്ല പത്രോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നത്. പിന്നെ ഇപ്പൊ കർത്താവ് എന്ത് ചെയ്യുക? പിതാവിൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നു. ഇത് വേദപുസ്തകം പഠിപ്പിക്കുന്ന, അല്ലെ പുതിയ നിയമം ആവർത്തിച്ച് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഈ വലത് ഭാഗത്തിരിക്കുക എന്നുള്ളത് അധികാരത്തെ സൂചിപ്പിക്കുന്ന ഒരു സൂചകമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പ്രത്യേകിച്ച് പഴയ കാലഘട്ടത്തിൽ രാജാവിൻ്റെ വലതുഭാഗത്തിരിക്കുക. യേശു കർത്താവിനെ കുറിച്ച് 110-ാമത്തെ സങ്കീർത്തനത്തിൽ, അത് പുതിയ നിയമത്തിലുമുണ്ട്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠം ആക്കുവോളം എൻ്റെ വലതു ഭാഗത്ത് ഇരിക്കുക. അതുപോലെ എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 20-ഉം 21-ഉം വാക്യങ്ങളിലും ഇതേ എംഫസിസ് അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. പുതിയ നിയമത്തിൽ അനേക വേദഭാഗങ്ങളിൽ ഇത് കാണാനായിട്ട് കഴിയുന്നുണ്ട്. മത്തായി സുവിശേഷം 22:44, 26:64, അപ്പോസ്തല പ്രവൃത്തി 2:33-34, 5:31, 7:56, റോമാലേഖനം 8:34, കൊലോസ്യർ 3:1, എബ്രായർ 1:3, 10:12, 12:2, ഈ വേദഭാഗങ്ങളിലെല്ലാം തന്നെ നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവ് സ്വർഗസ്ഥലത്ത് പിതാവിൻ്റെ വലത് ഭാഗത്ത് ഇരിക്കുന്നു. ഇത് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായിട്ട് സൂചിപ്പിക്കുന്നത്. ഒന്ന്, കർത്താവിൻ്റെ അധികാരത്തെ ഇത് സൂചിപ്പിക്കുകയാണ്. അവിടെ അത് പത്രോസ് അവിടെ തന്നെ പറയുന്നുണ്ട്. വാഴ്ചകളും, അതായത് ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും കർത്താവിന് എന്ത് ചെയ്യുന്നു? കീഴ്പ്പെട്ടിരിക്കുന്നു. കീഴ്പ്പെട്ടിരിക്കുന്നു. കർത്താവിൻ്റെ
അധികാരത്തെക്കുറിച്ച്. യേശു കർത്താവ് മരിച്ചു, അവിടുന്ന് അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, പിതാവിൻ്റെ വലത് ഭാഗത്ത് അവിടുന്ന് ഇരുന്നരുളുന്നു. ഈ ഒരു ചിന്ത സത്യത്തിൽ ആ പ്രത്യേക സാഹചര്യത്തിൽ കൂടെ, പീഡനത്തിൽ കൂടെ കടന്നു പോകുന്ന ദൈവമക്കൾക്ക് വളരെ ആശ്വാസം നൽകുന്ന ഒന്നാണ്. അവർ കടന്നു പോകുന്ന സാഹചര്യങ്ങളിലും കർത്താവ് സർവാധികാരിയായി സ്വർഗത്തിൽ പിതാവിൻ്റെ വലതു ഭാഗത്ത് ഇരുന്നരുളുന്നു എന്നുള്ളതാകുന്ന ചിന്ത. കർത്താവിന് സകല അധികാരവും ലഭിച്ചിരിക്കുന്നു എന്ന ചിന്ത മാത്രമല്ല, മറ്റൊന്നുകൂടെ അവിടെയുണ്ട്. കർത്താവ് ഉയരത്തിൽ പിതാവിൻ്റെ വലത് ഭാഗത്തിരിക്കുന്നു എന്നുള്ളത് കർത്താവ് സകല സ്തുതിയും ബഹുമാനവും പുകഴ്ചയും സ്വീകരിപ്പാൻ യോഗ്യനാണെന്നുള്ള വസ്തുതയും അത് സൂചിപ്പിക്കുകയാണ്. അതാണ് വെളിപ്പാട് പുസ്തകത്തിലുമൊക്കെ നമ്മൾ കാണുന്നത്. ഫിലിപ്പിയ ലേഖനത്തിലും അത് കാണുന്നുണ്ട്. 2-ാം അധ്യായത്തിൽ, വെളിപ്പാട് പുസ്തകം 5:12 അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ അത് മാത്രമല്ല, കർത്താവ് പിതാവിൻ്റെ സാന്നിധ്യത്തിലേക്ക് കടന്നുപോയതുപോലെ തന്നെ ദൈവമക്കളെല്ലാവരും, കർത്താവിൽ വിശ്വസിക്കുന്ന എല്ലാവരും ഒരു ദിവസം അവിടേക്ക് കരേറിപ്പോകും എന്നുള്ളതാകുന്ന വസ്തുതയും ഇത് സൂചിപ്പിക്കുന്നുണ്ട്. അത് മാത്രമല്ല, അവിടെ പത്രോസ് അപ്പോസ്തലൻ പറയുന്നതാകുന്ന ഒരു കാര്യം, ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും അവന് കീഴ്പ്പെട്ടുമിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നല്ല ദൂതന്മാരും ഭൂതങ്ങളും എന്ന് വേണ്ട സകലവും ആർക്കായി ഇപ്പം കീഴ്പ്പെട്ടിരിക്കുന്നത്? കർത്താവിന് കീഴ്പ്പെട്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ അധികാരത്തിൻ്റെ കീഴിലാണ് സകല സ്പിരിച്വൽ ബീയിങ്സും ആയിരിക്കുന്നത് എന്ന. അനാഥരായിരിക്കുകയല്ല, കർത്താവ് രാജാവായിട്ട് വാഴുകയാ. അല്ലെങ്കിൽ സകലത്തിൻ്റെയും മീതെ യേശു കർത്താവ് ഇരിക്കുന്നു, സകലവും കർത്താവിന് കീഴ്പ്പെട്ടിരിക്കുന്നു എന്നുള്ളതാകുന്ന സന്തോഷം. എന്നാൽ അതേ സമയം തന്നെ നമ്മൾ ആത്മീകമായി ദൈവമക്കളാകുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ സന്തോഷം നൽകുന്ന ഒരു വസ്തുതയാണ്. എന്തുകൊണ്ടാണ് നൽകുന്നത് എന്നുള്ളതൂടെ ഞാനൊന്ന് പറയാം. എഫേസ്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യത്തിൽ മലയാളം വേദപുസ്തകത്തിൽ നമ്മളിങ്ങനെ കാണുന്നു, ക്രിസ്തുവേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. ആരെക്കുറിച്ചാണ് ഇത് പറയുന്നത്? നമ്മളെക്കുറിച്ചാണ് പറയുന്നത്. നമ്മൾ ആ എഫേസ്യ ലേഖനം വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അത് വളരെ ചിന്തനീയമാണ്. അതായത് എഫേസ്യ ലേഖനം 1-ാമത്തെ അധ്യായത്തിൻ്റെ ആ 2-ാം ഭാഗത്തേക്ക് വരുമ്പോൾ പൗലോസ് അപ്പോസ്തലൻ അവർക്ക് വേണ്ടി ചെയ്യുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് നിങ്ങൾ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവിടുത്തെ അവകാശത്തിൻ്റെ മഹിമ ധനം ഇന്നതെന്നും വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവിടുത്തെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും നിങ്ങൾ അറിയണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുക. എന്താണ് പൗലോസിൻ്റെ പ്രാർത്ഥനാ വിഷയങ്ങൾ? ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇവരുടെ നന്മയെ തടഞ്ഞു വച്ചിരിക്കുന്ന കെട്ടുകളെയെല്ലാം പൊട്ടിക്കുകയും അതൊന്നുമല്ല. പൗലോസ് പറയുന്നതാകുന്ന ഒരു വിളിയാലുള്ള ആശയെന്ന്. കാരണം അതിനെന്തു വേണം? ഹൃദയത്തിൻ്റെ ദൃഷ്ടിയെ പ്രകാശിക്കണം. ഹൃദയത്തിൻ്റെ ദൃഷ്ടി പ്രകാശിച്ചെങ്കിലേ എന്തിനാ വിളിച്ചതെന്ന് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. ഹൃദയത്തിൻ്റെ ദൃഷ്ടി പ്രകാശിക്കാത്തിടത്തോളം കാലം ഈ വിളിയെന്നൊക്കെ ഉള്ളത് ഇവിടെ കുറേ നാൾ ഇങ്ങനെ ചിരകാലം ചോദിക്കുന്നതൊക്കെ തന്നു നമ്മളെ ഇങ്ങനെ ഒരു കോസ്മിക് പെറ്റ്സായിട്ട്, മനസ്സിലായോ? ദൈവത്തിൻ്റെ കുറേ പെറ്റ്സ്, ഈ വീട്ടിലൊക്കെ പെറ്റായിട്ട് വളർത്തുന്ന പൂച്ചയും പട്ടിയൊക്കെ ഇല്ലേ എന്ന് പറഞ്ഞ പോലെ കുറേ പെറ്റായിട്ട് ഇങ്ങനെ, അതിന് വേണ്ടിയിട്ടൊന്നുമല്ല നമ്മളെ വിളിച്ചത്. അവിടുത്തെ വിളിയാലുള്ള ആശ ഇന്നതാണെന്നൊന്ന് നമ്മൾ എന്ത് ചെയ്യണം? അറിയണം. അതിനുവേണ്ടി നമ്മുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കണം.
വിളിയാലുള്ള ആശ എന്തിനാണെന്നുള്ളത് വിളിയെക്കുറിച്ച് അനേക കാര്യങ്ങൾ പറയുന്നുണ്ട്. ഉന്നതമാകുന്ന വിളിക്കാണെന്നും യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് വിളിച്ചിരിക്കുന്നതും വിശുദ്ധിക്ക് വേണ്ടി വിളിച്ചിരിക്കുന്നതും സ്വാതന്ത്ര്യത്തിനായിട്ട് വിളിച്ചിരിക്കുന്നു എന്ന് വേണ്ട അനേക കാര്യങ്ങൾ പുതിയ നിയമത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ വിളിയാലുള്ള ആശയം എന്നതെന്ന് അറിയണം. 2, വിശുദ്ധന്മാരിൽ അവിടുത്തെ അവകാശത്തിൻ്റെ മഹിമാധനം ഇന്നെന്ന്. എന്നിട്ട് പറയാണ് വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവിടുത്തെ ശക്തിയുടെ അളവറ്റ വലിപ്പം. ആ അളവറ്റ വലിപ്പത്തെക്കുറിച്ച് അങ്ങോട്ട് പറഞ്ഞേച്ച് വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ആ ശക്തി. എന്താ അളവറ്റ ശക്തിയുടെ വലിപ്പം? എന്നിട്ട് പറയുക ആ ശക്തി അങ്ങനെ അവിടുന്ന് ക്രിസ്തുവിലും വ്യാപരിച്ചു, അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. അപ്പോൾ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവിടുത്തെ ശക്തിയുടെ അളവറ്റ വലിപ്പം എന്താ? 3 ദിവസം കല്ലറയിലായിരുന്ന യേശുവിൻ്റെ ശരീരത്തെ ശക്തിയോടെ ഉയർപ്പിച്ചു. അതാണ് ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശു കർത്താവിൻ്റെ പുനരുത്ഥാനമാണ് പൗലോസ് ശ്ലീഹ ദൈവശക്തിയുടെ ഉദാഹരണമായിട്ട് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നിട്ട് അത്രയും കൊണ്ട് നിർത്തിയില്ല. അതാ ഞാൻ പറഞ്ഞു വരുന്ന വിഷയം. ആ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അളവറ്റ ശക്തിയുടെ വലിപ്പം ക്രിസ്തുവിൽ വ്യാപരിച്ചപ്പോൾ ക്രിസ്തുവിൻ്റെ മരിച്ച അഴുകാൻ അല്ലെങ്കിൽ അഴുകിയില്ല, ആ അഴുകേണ്ടിയിരുന്ന ആ ശരീരത്തെ എന്ത് ചെയ്തു? ഉയർപ്പിച്ചു. എങ്കിൽ പൗലോസ് അപ്പോസ്തലൻ പറയുക ക്രിസ്തുവിനെ മാത്രമല്ല ആ ശക്തി ഉയർപ്പിച്ചത്, പിന്നെ ആരെ കൂടെ ഉയർപ്പിച്ചു? അതിക്രമങ്ങളിലും 2-ാം അധ്യായം അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന നമ്മെയും എന്ത് ചെയ്തു? ഉയർപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം, അതിൻ്റെ ഏറ്റവും വലിയ പ്രദർശനം എവിടാ സംഭവിച്ചത്? എൻ്റെ നിങ്ങളുടെയും വീണ്ടും ജനനത്തിലാണ് സംഭവിച്ചത്. ക്യാൻസർ രോഗം സൗഖ്യമായപ്പോഴല്ല ശക്തി വെളിപ്പെട്ടത്. അത് അതിലൊക്കെ കുറഞ്ഞ ശക്തിയാണ് എന്ന് പറഞ്ഞാൽ കുറഞ്ഞ കാര്യമാണ്. ശക്തി എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, അതിനേക്കാളൊക്കെ കുറഞ്ഞ കാര്യമാണ്. എന്നാൽ ആ ശക്തിയുടെ അളവറ്റ വലിപ്പം ക്രിസ്തുവിൽ മാത്രമല്ല വ്യാപരിച്ചത്, എന്നിലും വ്യാപരിച്ചിട്ട് അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായിരുന്ന എന്നെയും എന്ത് ചെയ്തു? ഉയർപ്പിച്ചു. ഇനിയും ആ ക്രിസ്തുവിനോടുള്ള യൂണിയൻ നിമിത്തമായി എന്നെ ഉയർപ്പിച്ചെന്ന് മാത്രമല്ല, പിന്നെ ഒരു കാര്യം കൂടെ ചെയ്തു. ഞാൻ ക്രിസ്തുവിനോട് യുണൈറ്റഡ് ആയിരിക്കുകയല്ലേ, ഞാൻ യേശുവിൽ വിശ്വസിച്ചത് കൊണ്ട്. അതുകൊണ്ട് യേശുവിന് എന്തൊക്കെയുണ്ടോ അതെല്ലാം എൻ്റേതുമാ. ആത്മീകമാകുന്ന നിലയിൽ അക്ഷരീകമായിട്ട് അതൊരിക്കലാകാൻ പോകുകയാണ്. എന്നാൽ ഇപ്പം ആത്മീകമായി യേശു എന്തൊക്കെ അനുഭവിക്കുന്നോ അത് ഞാനും അനുഭവിക്കുക. എന്തുകൊണ്ട്? 2:7 വരുമ്പോൾ അതാണ് നമ്മൾ വായിച്ചത്. നമ്മൾ എന്ത് ചെയ്തു? അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിലിരുത്തുകയും ചെയ്തു. നോക്കണം, ആരോടുകൂടെ? അപ്പം ഇവിടെ നമ്മൾ പത്രോസ് പറയുന്ന കാര്യം മറന്നു പോകരുത്. വാഴ്ചകളും അല്ലെങ്കിൽ ദൂതന്മാരും അധികാരങ്ങളും ശക്തികളും ആർക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു? യേശു കർത്താവിന് കീഴ്പ്പെട്ടിരിക്കുന്നു. അങ്ങനെയെങ്കിൽ യേശുവിൽ കൂടെ അതാർക്കും കൂടെ കീഴ്പ്പെടാൻ ദൈവം ഇടയാക്കി. യേശുവിൽ കൂടെയാ, നമ്മിൽ തന്നെ അല്ല, അത് മറന്നു പോകരുത്. യേശുവിൽ കൂടെ. കാരണം എന്നെയും എന്ത് ചെയ്തു? ഉയർപ്പിച്ചു. സ്വർഗസ്ഥലങ്ങളിൽ എന്ത് ചെയ്തു? ഇരുത്തി. ഇപ്പൊ കർത്താവ് പിതാവിൻ്റെ വലതുഭാഗത്ത് ഇരിക്കുമ്പോൾ പൗലോസ് പറയുക, ആത്മീകമായിട്ട് പറഞ്ഞാൽ ഞാനും നിങ്ങളും ഇപ്പൊ എവിടെ ആയിരിക്കുന്നത്? സ്വർഗസ്ഥലങ്ങളിൽ ഇരിക്കുകയാ. അതാണ് എഫേസ്യ ലേഖനം വാച്ച്മാൻ നീ എന്ന ദൈവഭൃത്യൻ അതിനെ 3 പദങ്ങൾ കൊണ്ടാണ് വ്യാഖ്യാനിച്ചേക്കുന്നത്. സിറ്റ്, വാക്ക് ആൻഡ് സ്റ്റാൻഡ്. സിറ്റ്, വാക്ക് ആൻഡ് സ്റ്റാൻഡ്. ഇരിക്കുന്നതിലൂടെ ക്രിസ്തീയ ജീവിതം ആരംഭിക്കുന്നതെന്ന് അദ്ദേഹം പറയും. സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തി, കംപ്ലീറ്റ് റെസ്റ്റ്.
ഇരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ഇരിക്കുന്നത് എന്തുകൊണ്ടാ? നമ്മളിപ്പോൾ ഒരു ചെയറിൽ ഇരിക്കുകയാണ്. ഇരിക്കുമ്പോൾ നമ്മുടെ മുഴുവൻ വെയിറ്റും ആരാ താങ്ങുന്നത്? ആ ചെയറാ താങ്ങുന്നത്. അതുപോലെയാണ് വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ. അതുപോലെ നമ്മൾ എന്തേലും ചെയ്തത് കൊണ്ടല്ല, നമ്മെ അങ്ങ് താങ്ങുക. ആ റെസ്റ്റിൽ നിന്നാണ് നമ്മുടെ ജീവിതം എന്ത് ചെയ്യുന്നത്? ആരംഭിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം വേറൊരു വാക്ക് അതിനെക്കുറിച്ച് പറയുന്നത്, സിറ്റ് വാക്ക്. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. ക്രിസ്തുയേശുവിൽ നമ്മളെ ഉയർപ്പിച്ച്, അതായത് അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചവരായി നമ്മളെ ക്രിസ്തുവിനോടൊപ്പം ഉയർപ്പിച്ചു, സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തി, അവിടെ ഇരിക്കുന്നു. അതിൽ നിന്ന് ആരംഭിക്കുന്നു. പിന്നെ വാക്ക്. അതുകൊണ്ടാണ് നടപ്പിനെ കുറിച്ച് 3-ാം അധ്യായം മുതൽ കാണുന്നത്. അതായത് പ്രായോഗിക ക്രിസ്തീയ ജീവിതം. പ്രായോഗിക ക്രിസ്തീയ ജീവിതം ദൈവഹിതപ്രകാരമായി തീരാൻ കാരണം എന്താ? അല്ലെ അതിനുള്ള സാധ്യത എന്താ? ക്രിസ്തുവേശുവിൽ ഉയർപ്പിച്ച് അവനോടൊപ്പം സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തപ്പെട്ട ഒരാൾക്ക് മാത്രമേ ഭൂമിയിൽ നടക്കാൻ കഴിയത്തുള്ളൂ. മനസ്സിലാക്കണേ. അല്ലാതെ ക്രിസ്തീയ ജീവിതം സാധ്യമല്ല. അത് ഇമ്പോസിബിളാ. അതെന്തേലുമൊക്കെ റൂളൊക്കെ കീപ്പ് ചെയ്യാമെന്നല്ലാതെ അതിൽ കൂടുതലായിട്ട് നടക്കത്തില്ല. ക്രിസ്തുവേശുവിൽ ഇരുത്തപ്പെട്ടു, പിന്നെ നാം ഭൂമിയിൽ നടക്കുന്നു. അതുകൊണ്ടാണ് നടപ്പിനെ കുറിച്ച് പിന്നെ നമ്മൾ കാണുന്നത് എഫെസ്യ ലേഖനത്തിൽ. പിന്നെ 3-ാമത് നിൽപ്പീൻ. പിശാചിനോട് എന്ത് ചെയ്യുക? എതിർത്ത് നിൽപ്പീൻ. സിറ്റ്, വാക്ക് ആൻഡ് സ്റ്റാൻഡ്. ഈ 3 വാക്ക് ഓർത്ത് കഴിഞ്ഞാൽ എഫെസ്യ ലേഖനം നമുക്ക് പഠിക്കാനായിട്ട് കഴിയും. ഞാൻ പറഞ്ഞതിൻ്റെ ആ സാധ്യത മറന്നു പോകരുത്. അപ്പോൾ യേശു കർത്താവിന് ഈ ദൂതന്മാരും അധികാരങ്ങളും ഒക്കെ കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ, ക്രിസ്തുവേശുവിൽ അല്ലെങ്കിൽ ക്രിസ്തുവിനോടൊപ്പം സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തപ്പെട്ടിരിക്കുന്ന ഒരു ദൈവ പൈതലിനും ഇതിനെ ഒന്നും ഇനിയും എന്ത് ചെയ്യേണ്ട കാര്യമില്ല, പേടിക്കേണ്ട കാര്യമില്ല. അതാ ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് പത്രോസിൻ്റെ കാലത്തുള്ള ആ വിശുദ്ധന്മാരോട് പറയുക, നിങ്ങളിതൊന്നും കണ്ട് ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം ക്രിസ്തുവേശു അവിടെ ഇരിപ്പുണ്ട്. പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നാമും ക്രിസ്തുവിനോടൊപ്പം ആത്മീകമായിട്ട്, ആ ഒരു സ്പിരിച്വൽ സെൻസിൽ നാം കർത്താവിനോടൊപ്പം ഇരിക്കുക ഈ വാഴ്ച. അതുകൊണ്ടാണ് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങളിലുള്ളവൻ ഈ ലോകത്തിലുള്ളവനേക്കാളും വലിയവനാകുന്നു. വീണ്ടും ജനിച്ച ഒരു ദൈവ പൈതലിന് ഈ ഡീമോണിക് ഫോഴ്സസിനെ ഒന്നും പേടിക്കേണ്ട കാര്യമില്ല കേട്ടോ. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഒരു കാലത്ത് അങ്ങനെയുള്ള രക്ഷിക്കപ്പെട്ട ശേഷം ഒരു സമയത്ത് അങ്ങനെയുള്ള ചില ഭയങ്ങളൊക്കെ എന്നിലേക്ക് ഒരു സമയത്ത് കടന്നു വന്നു. എൻ്റെ അറിവില്ലായ്മയെ പിശാച് മുതലെടുക്കാനായിട്ട് തുടങ്ങി. ആ സന്ദർഭത്തിൽ ദൈവം എൻ്റെ ഹൃദയത്തിൽ ശക്തമായിട്ട് പ്രവർത്തിക്കാനായിട്ട് തുടങ്ങി. അന്ന് എൻ്റെ ഫോഴ്സ്ഫുള്ളി എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വന്നൊരു വാക്യമാണ്, നിങ്ങളിലുള്ളവൻ ഈ ലോകത്തിലുള്ളവനേക്കാളും വലിയവനാകുന്നു. നിങ്ങൾക്കറിയാമോ, ഇത് ഞാൻ ഒറ്റയ്ക്കൊരു സ്ഥലത്ത്, ഒരു മഹാരാഷ്ട്രയിൽ ഒരു സ്ഥലത്ത്, വേറെ ആരും അടുത്തെങ്ങും ഇല്ലാതെ ഒറ്റയ്ക്കൊരു സ്ഥലത്ത് ഇങ്ങനെ പാർത്തുകൊണ്ടിരുന്നപ്പോൾ ദൈവം എൻ്റെ ഹൃദയത്തിൽ തന്ന ഒരു വേദഭാഗമാണിത്. അന്ന് തൊട്ട് അങ്ങനെയുള്ളതാകുന്ന ഭയവും ഭീതിയുമൊക്കെ സമ്പൂർണമായിട്ട് എന്നിൽ നിന്ന് മാറ്റി. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, ക്രിസ്തുവിൽ കൂടെ നമ്മൾ അത് അനുഭവിക്കുകയാണ്. അതുകൊണ്ടാണ് ആ സ്പിരിച്വൽ വാർഫെയറിൽ നമുക്ക് ജയമുള്ളത്. കാരണം എന്താ? ഈ അധികാരങ്ങളും ഈ ദൂതന്മാരുമൊക്കെ ക്രിസ്തുവിന് കീഴ്പ്പെട്ടിരിക്കുന്നത് കൊണ്ട് ഒരർത്ഥത്തിൽ അവർ നമുക്കും കീഴ്പ്പെട്ടിരിക്കുകയാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. എങ്ങനെ? യേശു ക്രിസ്തുവിലൂടെ ആ ഒരു വലിയ പദവിയിലേക്ക് ക്രിസ്തുവുമായിട്ടുള്ള ഏകീകരണത്തിൽ നമ്മൾ വന്നിരിക്കുകയാണ്. ക്രിസ്തുവുമായിട്ടുള്ള യൂണിയൻ നിമിത്തം എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യമാണ്. യേശു ക്രിസ്തുവിനോടുള്ള യൂണിയനാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അങ്ങനെയെങ്കിൽ ദൈവം നമ്മെ ഈ ഭാഗ്യാവസ്ഥയിലേക്ക് കൊണ്ടുവന്നല്ലോ. കർത്താവിനെ സാക്ഷിപ്പാൻ, പരസ്യമായി ജലത്തിൽ സാക്ഷിപ്പാൻ,
ക്രിസ്തുവുമായിട്ടുള്ള യൂണിയനിലേക്ക് വന്ന, ആ ബന്ധത്തിലേക്ക് വന്ന ഒരു ദൈവ പൈതലിന് പിന്നെ അതൊരു മടിയല്ല, പിന്നെ എന്താ, അത് സന്തോഷമായിരിക്കും. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പറഞ്ഞല്ലോ, പാട്ടൊക്കെ പാടി തമ്പേറൊക്കെ അടിച്ച് പരസ്യമായിട്ട് പോയി മുങ്ങിയിരുന്ന, സത്യം അതെന്തോ ഒരു സന്തോഷമാണെന്നറിയാമോ? പരസ്യമായി കർത്താവിനെ സാക്ഷിപ്പാനായിട്ട് കിട്ടുന്ന ഒരവസരമാണത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മെ തന്നെ ദൈവപാദപീഠത്തിൽ നമുക്ക് സമർപ്പിക്കാം. എനിക്കറിയാം മറ്റനേക വിഷയങ്ങൾ അതിനോടുള്ള ബന്ധത്തിൽ കവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. എങ്കിലും ഇത്രയും ഭാഗം നമുക്ക് ആ വേദഭാഗത്തോടുള്ള ബന്ധത്തിൽ ചിന്തിപ്പാനിടയായി തീർന്നല്ലോ. കേട്ടതാകുന്ന തിരുവചനം നമുക്ക് അനുഗ്രഹമായി വരട്ടെ. നമ്മെ തന്നെ ദൈവപാദപീഠത്തിൽ വിനയത്തോടെ സമർപ്പിക്കാം. ദൈവകൃപയിൽ നമ്മെ നിലനിർത്തുവാനായി ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം. ദൈവത്തിൻ്റെ കൃപയിൽ നമുക്ക് ചാരാം. കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ.